എത്രയോ പേരുടെ ചിരിക്കുന്ന മുഖം കണ്ടവനല്ലേ വാപ്പാ, എത്രയോ പേരുടെ ചിരിക്കുന്ന മുഖം കണ്ടതല്ലേ, വെള്ളിയാഴ്ച രാവിലെ മരിച്ചു കിടക്കുന്നവരെ കണ്ടവരല്ലേ, പ്രകാശിക്കുന്ന മുഖം കണ്ടവരല്ലേ, നീ കണ്ടപ്പോ കൊതിച്ചില്ലേ വാപ്പാ, അവരെ പോലെ മരിക്കണമെന്ന് നിനക്ക് ആഗ്രഹം തോന്നിയില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ചിലരുടെ ജീവിതം കണ്ടാൽ, ചിലരുടെ നടത്തം കണ്ടാൽ, ചിലരുടെ പ്രവർത്തനം കണ്ടാൽ ഒരിക്കലും മരിക്കാതെ ചട്ടം ചാടി ജീവിക്കുന്നവനെ പോലെയാ. തുഅമ്മീലു ഫിദ്ദുനിയാ طويلا ولا تدري إلى جن ليل هل تعيش إلى الفجر وكم من صحيح مات من غير علة وكم من مريض عاش دهرا على دهري. അല്ലാഹുവേ, രാവിലെ ജോലിക്ക് നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ നിന്റെ വാപ്പ എവിടെ പോയടാ പൊന്നുമോനെ? രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ നിന്റെ വാപ്പ എവിടെ പോയടാ? രാത്രി ഭക്ഷണം കഴിച്ചിട്ട് കിടപ്പറയിൽ നിന്റെ വാപ്പാന്റെ കൂടെ കിടന്ന നിന്റെ ഉമ്മ എവിടെ? മോനെ, ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റവന് വൈകുന്നേരം തികയ്ക്കുന്നില്ല, വൈകിട്ട് കിടന്നുറങ്ങുന്നവന് രാവിലെ എഴുന്നേക്കുന്നില്ല. പടച്ചവനെ, കവി എവിടെന്ന് പറയുകയാണ്, മരിക്കാം, ക്യാൻസർ വേണമെന്ന് ആരാ പറഞ്ഞത്? ട്യൂമർ വേണമെന്ന് ആരാ പറഞ്ഞത്? കിഡ്നി തകരണമെന്ന് ആരാ പറഞ്ഞത്? മാരകമായ രോഗം വേണമെന്ന് ആരാ പറഞ്ഞത്? മരിക്കാനൊരു തലവേദന പോലും വേണ്ടടാ. വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി. രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിൽ നിന്ന് ബൈക്ക് കൊണ്ടുപോയ ചെറുപ്പക്കാര, ഒരു പനിയോ തലവേദന പോലുമില്ലാത്തവന് പെട്ടെന്ന് വീണു മരിച്ചു പോയല്ലോ. നീ കണ്ടവനല്ലേ വാപ്പാ, നീ കണ്ടവനല്ലേ ചെറുപ്പക്കാരാ? മോനെ, മരണം എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് ഒരുങ്ങിക്കോ. ഒരുപാട് ചിരിക്കല്ലേടി പൊന്നുമോളെ, ഒരുപാട് ചിരിക്കല്ലേ, ഒരുപാട് കളിക്കല്ലേ, ഒരുപാട് സുഖിക്കല്ലേ. ഒരുപാട് ചിരിക്കുന്ന പെങ്ങളോട്, ഒരുപാട് സന്തോഷിക്കുന്നവരോട് കുല്ലും ബ്രിഇൻമോ സബ്ബഹു ഫീ അഹ്ലിഹി വൽ മൗതു അദിനാ മിൻ ശിറാകീന അലിഹി. ഒരുപാട് ചിരിക്കുന്നവരോട് പറയാറുള്ളത്, ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണം, ഇടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണം. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാർ നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നു. ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹാന്മാര് വെറുതെയല്ല പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, വാപ്പാ, ഒരു നല്ല മരണം വേണോ? ഒരു നല്ല മരണം വേണോ? മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, മഹാനായ ദാരിസ് റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ്, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോഴാണ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്നത്. അതാ എന്തിനാണ് കരയുന്നത്? മരിക്കാൻ പേടിച്ചിട്ടാണോ കരയുന്നത്? അവിടുന്ന് തന്റെ കൂട്ടുകാരൻ ചോദിക്കുമ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ദാരിസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്തെന്നറിയോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് നിങ്ങൾ കബറടക്കുമ്പോ, എന്റെ മയ്യത്ത് നിങ്ങൾ കഫം പൊതിയുമ്പോ, ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രത്തിൽ തന്നെ വേണം എന്നെ കഫം പൊതിയാൻ. മഹാനായ ദാരിസ് റളിയല്ലാഹു തആല അൻഹു കൂട്ടുകാരനോട് പറഞ്ഞു കൊടുക്കുകയാ, വാപ്പാ, ഞാൻ മരിച്ചാൽ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഊരി മാറ്റരുത്, ഇതിന്റെ മുകളിൽ വേണം കഫം പൊതിയാൻ. എന്നിട്ട് തന്റെ കൂട്ടുകാരനോട് പറയുകയാണ്, ഈ കിടക്കുന്ന പായുണ്ടല്ലോ, ഇതെന്റെ കബറിന്റെ അകത്ത് വിരിക്കണേ, ഇതെന്റെ കബറിന്റെ അകത്ത് വെക്കണേ.
അല്ലാ, കൂട്ടുകാരൻ ചോദിച്ചു, എന്തിനാ ഈ പഴയ വസ്ത്രം, എന്തിനാണ് ഈ വസ്ത്രമാണ്, തങ്ങ് ഊരി മാറ്റേണ്ട വസ്ത്രമല്ലേ? ആ സമയത്ത് ദാരിസുതങ്ങള് പറഞ്ഞത് എന്തെന്നറിയുവോ? ഈ വസ്ത്രം ധരിച്ചിട്ടാണ് 8000 പ്രാവശ്യം ഞാൻ ഖത്തമോദിയത്. ഈ വസ്ത്രം ധരിച്ച് ഈ പായിക്കകത്തിരുന്നിട്ടാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 114 സൂറത്തുകള്, 1666 ആയത്തുകള്. ഈ വസ്ത്രം ധരിച്ച് ഈ പായിലിരുന്നിട്ട് ഞാൻ 8000 പ്രാവശ്യം ഓതി തീർത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. 8000 ഖത്തം തീർത്തെന്ന് പറയുമ്പോ 30, 40, 50, 60 വയസ്സുള്ള എന്റെ മുന്നിലിരിക്കുന്ന മരണവും കാത്തിരിക്കുന്ന ഉപ്പയോട് ചോദിക്കട്ടെ, വാപ്പാ, 8000 ഖത്തമൊന്നും നീ ഓതണ്ട, നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിനക്കത് ഓതി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ നീ ഒന്ന് ഓതിയിട്ടുണ്ടോ? അല്ലാഹുവേ, എന്റെ പെങ്ങളെ, നിന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ ഉമ്മാ?